ശീതള, രാത്രിയായില്ലേ, നീ ആരാ പോന്ന്? രാത്രി എങ്ങനെ? നീ 2 ദിവസം മുമ്പല്ലേ ജയിലിൽ നിന്ന് വന്നിന്? അതിന് ഇനി പോയിട്ട് അടിപൊളി ഉണ്ടാക്കാ. മിണ്ടാണ്ട് അവിടെ പോയി കുത്തിരിക്കേ. ഓ, എനിക്ക് കഴിയില്ല. ശീതള, നീ ജയിലിൽ നിന്ന് വന്നു പറഞ്ഞ എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നാണ് ഞാനേ. ഞാൻ ദുബായിൽ നിന്നല്ലോ. ആരൊക്കെയാണ്? ഞാനേ പെണ്ണുങ്ങൾ TV കണ്ടോണ്ടിരിക്കുക, സീരിയല്. 9 മണി കഴിയാണ്ട് അവിടെ പോയിട്ട് കാര്യമില്ല. അപ്പൊ ഇപ്പം വന്നതറിഞ്ഞപ്പോ എന്താ അവനോട് ജയിലിലെ വിശേഷമൊക്കെ ചോദിച്ച് സമയം എടുക്കുമല്ലോ വെച്ചിട്ട് വന്നതാ. ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയണം. ഇപ്പൊ 2 ദിവസം മുമ്പ് ജയിലിൽ നിന്ന് വന്നല്ലേ. ഇവനോടാ എന്ന് ഞാൻ പറയണ്ട എല്ലാം പറഞ്ഞു. അത് രസറിയാ, 1 മാസം മുമ്പ് ഒരു പെണ്ണിന്റെ പുറം തടവി മറ്റൊരു കേസ്. അത് പോലീസ് കേസായിട്ടില്ല. അതിപ്പോ പെണ്ണിനെ പുറം തണ്ടലെങ്ങാനും വേനിച്ചിട്ടുണ്ടാവും. പുറം വേനിച്ചപ്പോ ഒന്ന് ഒഴിഞ്ഞു കൊടുത്താവും. അത് ഇവനെതിരെ തടന്ന് വൈദ്യരല്ലേ തടണ്ട്. സുഗത, എങ്ങനെയെങ്കിലും ഒരിക്കലും അവൻ പറഞ്ഞിട്ട് നേരെയാക്കി. എന്താ രാഘവട്ടങ്ങൾ പറഞ്ഞു? ഈ ചീഞ്ഞ പഴത്തിന് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ട്. അത് എടുത്ത് കളയാനല്ലേ പറ്റൂ. നീയല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞ് മന്മഥൻ എന്ന് പറഞ്ഞ ഒരാൾ ആരോ പറഞ്ഞ് നല്ല ഇതിൽ നല്ല സ്വഭാവമാക്കി മാറ്റി. എന്റെ രാഘവട്ട, അതൊരു അത്ഭുതാട്ടോ. ഈ മന്മഥൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അത് നിങ്ങളുടെ മകൻ ശീതളിന്റെ പോലെ ഒന്നല്ല. 10 ഇരട്ടി അവനേക്കാ ഫ്രാഡാ. രാവിലെ ആയ വെള്ളടിച്ച് ഗാങ്ങായിട്ട് ചെന്ന് പാവപ്പെട്ട ആൾക്കാരെ ഒക്കെ പിടിച്ചു തല്ലും. അതെയാ? നാട്ടുകാരെ മാത്രല്ല, അവനൊരു പാവം ചെറിയൊരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടീനെ വരെ തല്ലിത്രേ. ഭാര്യയുടെ മുടിക്കുത്തിനൊക്കെ പിടിച്ചടിക്കുന്നവരാണ്. അത്ര വൃത്തികെട്ട ജന്തുവാണ് ഈ മന്മഥൻ എന്ന് പറയുന്ന ആൾ. അങ്ങനെ അയാൾ ഒരു ദിവസം ഇലക്ട്രിസിറ്റി ഓഫീസിലെ ബില്ലടയ്ക്കാൻ, കറണ്ട് ബില്ലടയ്ക്കാൻ പോയതാത്രേ. അപ്പൊ അവിടുത്തെ ലൈൻമെന്റ് ഒരു സത്യശീലൻ പറഞ്ഞാണ് ഇയാളോട് അങ്ങോട്ട് തട്ടിക്കയറി. സാധാരണ നമ്മളോട് തട്ടിക്കയറി നമ്മളെന്താ ചെയ്യാ? അതിന്റെ ഇരട്ടി അങ്ങോട്ട് ചൂടാവില്ലേ? എന്നാ ഈ സത്യശീലൻ പറഞ്ഞ ആള് ഒരു അക്ഷരം ഉണ്ടാണ്ട് സൗമ്യനായി നിന്ന് കേട്ടിട്ട് ഇയാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഇയാളെ വണ്ടിയിൽ കയറ്റിയിട്ടാ പോയതാ പറഞ്ഞത്. പിന്നെ കുറെ നേരം ഈ സത്യശീലൻ എന്ന് പറഞ്ഞ ആളുടെ കൂടെയാണ് മന്മഥന്റെ നടത്തം. എന്നിട്ട് വീട്ടിലേക്ക് വന്നപ്പോഴോ ആളാകെ മാറി. കുട്ടിക്ക് പലഹാരം കൊണ്ടു കൊടുക്കണു, കുട്ടീനെ കൊഞ്ചണു, ഭാര്യയോട് ഇഷ്ടം, നാട്ടുകാരോടൊന്നും ഒരു പ്രശ്നമില്ല. ആളങ്ങോട്ട് മാറിയുന്നു. ഭയങ്കര അത്ഭുതമായത്. എന്നാ നമ്മളെ ശീതളിനെ എങ്ങനെയെങ്കിലും നീ അയാളെടുത്ത് എത്തിച്ചിട്ട് ഒന്ന് പറഞ്ഞിട്ട് ശരിയാക്കി. എങ്ങനെയെങ്കിലും അയാളെടുത്ത് എത്തിക്ക്. സത്യശീലന്റെ അടുത്ത്? അല്ല, അയാൾക്ക് നാട്ടുകാരെ ഉപദേശിച്ച് നന്നാക്കലല്ല പണി. അയാൾ ലൈൻമാനാ. അല്ല, എന്നാലും എങ്ങനെയെങ്കിലും നീ അതൊന്ന് അയാളെ അതുപോലെ നമ്മളെ ഒരു രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടു തോതാ. ഈ മന്മഥന്റെ മനസ്സ് മാറിയ സ്ഥിതിക്ക് ശീതളിന്റെ മനസ്സ് മാറില്ല എളുപ്പാ. ഇതിലെവിടെ അടിക്കാനാട്ടായി? 50. ഓ, എല്ലാം പറ്റിപ്പീരാണല്ലോ. രണ്ടു തേട്ടി ചോദിച്ചേ. സാധനം ഇല്ലാട്ടായി. സാധനം ഇല്ലാന്നേ. ഇല്ലെന്ന് പറഞ്ഞാൽ നീ ഇന്നലെ സഞ്ചിയിൽ മേടിച്ചോണ്ട് തന്നെ ഞാൻ കണ്ടല്ലോ ഓട്ടോറിക്ഷക്ക്. ഈ പൊട്ടുമ്പുളി സാധനം എടുക്ക്. കാശ് വേണ്ടേക്കാ? കാശ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് തരൂല്ലോ. അപ്പൊ നിനക്കല്ലേ തരണത്. നിങ്ങൾ തരാണ്ട് ഞാൻ പിന്നെ എങ്ങനെ മേടിക്കണ്ട? നീ ബീഡിയും സിഗരറ്റും വിറ്റിട്ടല്ലേ ഇത്ര 2 നിലയൊക്കെ വെച്ചത്. കാലം കുറയല്ലേ നീ ഇത് വിൽക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ബ്ലാക്കില് കുട്ടിച്ചെടുക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. എക്സൈസുകാർ വന്നാലറിയില്ല, പീടി പൂട്ടി പോകും. ആന്തിരി വർത്താനം നിങ്ങൾ പറയണ കണ്ണീ കണ്ടവരോട് പറയണ പോലെ മാന്യന്മാരോട് വർത്താനം പറഞ്ഞ എന്താണ്? നിങ്ങൾ ഈ കാശ് തരാണ്ട് കാര്യം നടക്കൂല. അതെ, ഒന്ന് കാണണമല്ലോ. ഞങ്ങൾ വേറെ പോയിക്കോളാം. ഈ കച്ചവടം നടത്തുന്നത് വേണ്ട, കുഴപ്പമില്ല. നാളെ തന്നാ മതി. നാളെ തന്നാ മതി. നിന്റെ ഔദാര്യം വേണ്ട. ഇല്ല, കുഴപ്പമില്ല. തരാൻ ആരെങ്കിലും ഉണ്ടാന്ന് നോക്കട്ടെ. ആദ്യം പറഞ്ഞേ സാധനം എടുക്കേ. ഏതാ വേണ്ട? വിസ്കിയാ റമ്മ ബ്രാൻഡിയാ? ഏതാ വേണ്ടെന്ന് വെച്ചാൽ എല്ലാത്തിലും നീ വെള്ളം ഒഴിച്ചു വെച്ചേക്കല്ലേ. അത് മാത്രം ഞാൻ മായം ചേർത്തെന്ന് പറയരുത്. വെള്ളം ഒഴിക്കാതെ നമ്മളിവിടെ ഇരുന്ന് ആരും വരൂല. ഉപ്പല്ലേ? എന്തോട്ടാണ് അതിൽ അളക്കാനുള്ളത്? അതിൽ ഒഴിക്കത് വെള്ളം സോഡ. വെള്ളം ഒഴിക്കും. സോഡയുടെ കാലത്ത് തുടങ്ങിയ ഈ അളക്കല്. എന്റെ അളവൊക്കെ എപ്പോഴും കറക്റ്റ് ആയിരിക്കും.
പെട്ടെന്ന് ടച്ചപ്പ് ഇത് എടുക്കണം. അത് വെച്ചേര്. നാരങ്ങ മുട്ട വേണ്ട നോക്കിയോ. നാരങ്ങ മുട്ടായി നാരമുട്ടായി അങ്ങോട്ടാ. ടച്ചപ്പിനൊക്കെ എന്തെങ്കിലും കൊണ്ടൊക്കെ ഈ കാശ് കൊടുക്കണ്ടേ ഇതിനും? ഇത് വെറുതെ കൊടുക്കലല്ലോ, പൈസ തരൂല ആൾക്കാർ. പിന്നെന്താ? എടാ എത്രയാന്ന് വെച്ചാൽ നീ എഴുതി വെച്ചോ. ആരെങ്കിലും വന്ന് വീണ അവരെ പറ്റിച്ചാ പൈസ അങ്ങോട്ട് തരും. അതെ എഴുതി ബുക്ക് കണ്ട നിങ്ങൾക്ക് എഴുതിയത്. അതെ 2 ലാർജ് കൂടെ എടുത്തോ. ചാർജാ എടുക്കടാ. അതേ വേറെ ആയിക്ക് ഇവിടുന്ന് പറ്റു കൊടുക്കാൻ നിൽക്കണ്ട കേട്ടാ. നമുക്കിത് കൊണ്ടു നടക്കണ്ടേ. ഇവിടെ പട്ടിക്കാട്ട് ഇട്ടുണ്ടോ? ഉണ്ട്. ഒരു പാക്കറ്റ് എടുത്തോ. അധികം വെക്കണ്ട കേട്ടാ, പവർ കൂടൂല. എടാ കാലം അത്ര ഇപ്പൊ അരി ഇത് വെക്കാൻ തുടങ്ങിയിട്ട്. മാറ്റിക്കോ മാറ്റിക്കോ. ഹലോ, ഈ മണ്ടോദരി ടീച്ചറുടെ വീട് എവിടെയാ? മണ്ടൂർ ടീച്ചർ നമ്മളെ ഗവൺമെന്റ് സ്കൂൾ ടീച്ചറല്ലേ? അതെ. ആ അത് ഇവിടുന്ന് അങ്ങോട്ട് പോയാലേ ഇവിടെ ഇടതു ഭാഗത്തൊരു അമ്പലമുണ്ട്. ഓ, അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് മഞ്ഞ പെയിന്റ് അടിച്ചൊരു വീട്. ആ അമ്പലമായില്ല അല്ലേ? അല്ല ടീച്ചർ അവിടെ ഇല്ലല്ലോ. ഇല്ല, ഞാൻ ഒരു വണ്ടിയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ടീച്ചറിന്റെ വണ്ടി കൊടുക്കാനെന്ന് പറഞ്ഞു. പക്ഷെ അത് വിറ്റില്ല. ഇല്ല ഇല്ല, ഞാൻ ഇന്നലെ ഇല്ല വിളിച്ചായിരുന്നു. വിറ്റില്ല. ആ അത് വിറ്റ് ടീച്ചറുടെ വണ്ടി വിറ്റുപോയി, അത് കൊടുത്തുപോയി. അതിന്ന് രാവിലെ ഒരുത്തം വന്ന് എടുത്തോണ്ട് പോയല്ല. അയ്യോ, അപ്പൊ ഞാൻ ഇന്നലെ വിളിച്ചല്ലോ. ആ ഇന്ന് രാവിലെ അച്ചോടായത്. അയ്യോ, നല്ല വണ്ടി തന്നെയായിരുന്നു. ആ നല്ല വണ്ടിയായിരുന്നു. അപ്പൊ അത് പറഞ്ഞില്ല അവര്. എവിടുന്നാ എവിടുന്നാ പറഞ്ഞു? ഞാൻ ഇവിടെ അടുത്ത് തന്നെ. വണ്ടി എടുക്കാനാ? ആ കാറ് നോക്കാൻ വേണ്ടിട്ട്. അതേ ഒരു ഉഗ്രം വണ്ടിയുണ്ട്. നമ്മുടെ പ്രശാന്ത് പിള്ള ഡോക്ടർ ഇല്ലേ? ആ പുള്ളി ഉപയോഗിച്ചതാണ് ഒരു i20. വൈറ്റ് കളറ് 10-15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ പുള്ളി അത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് പോയി നോക്കിയാലോ? ആ പോയി നോക്കാം, ഏതായാലും ഇറങ്ങിയല്ലോ. ആ നിങ്ങൾ ഭാഗ്യമുള്ള ആളാണ്. കിട്ടില്ല വണ്ടിയാണ്. ഉഗ്രം വണ്ടിയാണ്. അത് പ്യാരി പറഞ്ഞാലേ കിട്ടുള്ളൂ, വേറെ ആരും പറഞ്ഞാൽ കിട്ടൂല. ഒരമ്മാരി കണക്ഷനാ. അതെ നമ്മളിപ്പോ ബന്ധമല്ല, അങ്ങനെ പുള്ളിക്ക് തന്നെ അങ്ങോട്ട് ഒപ്പിച്ചു കൊടുക്കാം അല്ലേ? ആ എന്നാ കയറി. കട്ടൻ ചായ എടുക്ക്. ഒരു ചായ പറഞ്ഞിട്ടിരിക്കായിരുന്നു. ചായ കുടിക്കണം. വലിച്ചു കുടിച്ചാൽ മതി. കുടിച്ചാൽ ചൂടായി തണുത്തുപോയി. കേറ് കേറ്. അല്ല ആരാ വരണം? രണ്ടാളും വരുന്നുണ്ട്. അല്ല 3 ആള് കയറില്ല. അത് സാരില്ല. 3 ആള് വണ്ടി കയറി കൂടാ. ഇവിടെ പ്രശ്നമില്ല, ഇങ്ങനെ ഹെൽമെറ്റ് ഇടാനല്ലേ വന്നത്. അതെ ഹെൽമെറ്റേ ഇല്ല. പിന്നെ ഇനി 3 ഇവിടെ CCTV ക്യാമറ ഇല്ല, പോലീസും ഇല്ല. അല്ല ഇവിടെ പ്യാരി പറയണോടത്തൊരു അല്ല 3 ആള് കയറാൻ പറ്റില്ല. പിന്നെ i20 അങ്ങോട്ട് സ്വന്തം ഇതൊക്കെ അങ്ങോട്ട് പോയില്ല. അങ്ങോട്ട് നേരല്ലേ എന്തോ ഒരു മണം ചേട്ടൻ ചെറുതടിച്ചിട്ടുണ്ടാ. അപ്പുറത്തില്ലേ? അല്ല എന്താ ഇടി മഴയില്ലേ? എല്ലായിടത്തും കംപ്ലൈന്റ് അല്ലേ? എല്ലാം പോയി. ആ ഞാനേ സത്യശീലിനെ വിളിച്ചിരുന്നു. അപ്പൊ ഇവിടെ പണിന്ന് പറഞ്ഞു. ഉണ്ടോ? ഉണ്ട്. എവിടെ? രണ്ടാമതില് അതിന്റെ അപ്പുറത്തുണ്ട്. അതെ ഒന്ന് കാണട്ടെ എന്നാ.